കുറേ നാളത്തെ പ്ലാനിങ്ങിനിടയിൽ ഇന്നലെ നമ്മൾ ട്രിവാൻഡ്രം സൂയിൽ പോയി ഗൈസ്. സംഭവം കുറേ നാളുടെ അനിയൻ പറയുന്നതാണ് അവർ ട്രിവാൻഡ്രം സൂയിൽ പോകണമെന്ന്. പിന്നെ വെക്കേഷൻ ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞിരുന്നിരുന്നിരുന്ന ടൈം കിട്ടിയില്ല. പിന്നെ അവർക്കാണെങ്കിൽ 4-ാം തീയതി സ്കൂൾ തുറക്കത്തുള്ളൂ പറഞ്ഞു. ഭാഗ്യമായതുകൊണ്ട് ഇന്ന് KSCൻ്റെ സ്ട്രൈക്ക് ആയിരുന്നു കൊല്ലം ജില്ലയിൽ. അപ്പോൾ ഞങ്ങൾ നേരെ ഇന്നലെ ഒരു 11:30 ആയപ്പോഴത്തേക്കും പ്ലാൻ ചെയ്തു ഇറങ്ങി. ഒരു 12:30 ട്രെയിനിൽ ഞങ്ങൾ കയറി നേരെ ട്രിവാൻഡ്രം സെൻട്രലിൽ ചെന്നിറങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ട്രിവാൻഡ്രം സൂയിലേക്ക് പോയി. സൂയിലെത്തിയപ്പോൾ ഏതാണ്ട് ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ചായക്കടയിൽ കയറി ചെറിയൊരു ചായയും കുറച്ച് പൊരിപ്പൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ സൂയിലേക്ക് പോയി. സൂയിൽ പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ അകത്തോട്ട് കയറാൻ നേരം അവിടെ ചെറിയൊരു ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പം മമ്മിയും ഡാഡിയും പിടിച്ചു നിർത്തിയിട്ട് ഉള്ള പ്ലാസ്റ്റിക് പാക്കറ്റ്സ് എല്ലാം പിന്നെ ടിക്കറ്റുമായിട്ട് നേരെ അങ്ങോട്ട് നമ്മൾ സൂയിലേക്ക് എൻ്റർ ചെയ്തു കേസ്. അവിടെ ആദ്യം തന്നെ കുറേ കാട്ടുപോത്തും കുറേ കുരങ്ങന്മാരൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് വെച്ച് നടന്നു. സത്യം പറഞ്ഞാൽ നടന്ന് അടപ്പിളകി നല്ല വേറെ ഒന്നും എനിക്കൊന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ പക്ഷികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പല ടൈപ്പിലുള്ള മൂങ്ങകൾ അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മരത്തിനകത്തിങ്ങനെ ഓരോ ബ്രാഞ്ചിലിങ്ങനെ 3, 4, 5 എണ്ണമായിട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് വെച്ച കണക്ക് കുറേ തത്തമ്മകളുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ ഈ ആള് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പക്ഷേ ഈ നെറ്റ് അടിച്ചേക്കുന്നുണ്ട് നമുക്ക് ക്ലിയറായിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു വീഡിയോസ്. അതുകൊണ്ട് തന്നെ മിക്കതും ഞാനങ്ങ് ഡ്രോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കുറച്ച് മാത്രമേ ഇതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പോയപ്പോൾ വൾച്ചർ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ട ഹിപ്പോയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന നമുക്ക് തന്നെയായിരുന്നു. പിന്നെ നോക്കിക്ക് ഒരെണ്ണം മാത്രം ഉണർന്നിരുന്നതുകൊണ്ട് ഇങ്ങനെയെങ്കിലും എനിക്ക് ആ വീഡിയോ കിട്ടി. പിന്നെ കുറേ മയിലുകളെ കണ്ടു. പിന്നെ സ്നേക്കിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് ക്യാമറ അത് കയറ്റാൻ പറ്റില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോയി. ഭാഗ്യം കൊണ്ട് അത് ക്ലോസ് ചെയ്തു ആ ടൈം ആയപ്പോഴത്തേക്ക്. പിന്നെ ഇങ്ങനെ അവിടുത്തെ ഗാർഡനൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ അവിടുത്തെ നമ്മൾ അക്വാറിയത്തിലേക്ക് പോയി. അക്വാറിയത്തിൽ ഇതാണ് എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ. എല്ലാം വെറൈറ്റീസ് ആയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നോക്കി അടിപൊളിയായിട്ട് ഫ്ലൈറ്റുകളിങ്ങനെ പ്ലെയർ കൂട്ടിച്ച് പഠിക്കുന്നതിൻ്റെത് അത് നൈസായിരുന്നു. അതിങ്ങനെ ആ വോളിയം ആ ഒരു സറൗണ്ടിങ് ഇങ്ങനെ കവർ ചെയ്യുന്നത് കുറഞ്ഞ് വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ നേരെ ബാക്ക് ടു കൊല്ലം. പിന്നെയും ട്രെയിൻ കയറി കൊല്ലത്തേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ സ്കേറ്റ് പാർക്കിൻ്റെ വഴിയാണ് കേട്ടോ. സ്കേറ്റ് പാർക്ക് അടിപൊളിയായിട്ട് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും ആൾക്കാരൊക്കെ കൂടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ബാക്ക് ടു ഹോം അറ്റ് 7 PM. പെട്ടെന്നുള്ളതായിരുന്നു. ഒരു 11:30 പോയി 7 PM ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അടിപൊളിയായിരുന്നു കേസ്.